പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരുങ്ങുന്നൊക്കെ കണ്ടപ്പോ തൊട്ട് എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ എന്നോട് വലിയ കൂട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അച്ഛന്മാരുടെ അടുത്തും അതുപോലെ അച്ഛൻ്റെ അടുത്തും ഒക്കെയാണ് കൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഒരുങ്ങി എവിടെയോ പോവുകയാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുകയാണ്. യാത്ര വേറെ ഇങ്ങോട്ടല്ല, നമ്മുടെ മാളാങ്ങാടി അതുപോലെ തന്നെ അഷ്ടഭുജറാങ്ങാടി, ഈ രണ്ട് സ്ഥലത്തോട്ടാണ് കേട്ടോ. കാര്യം എൻ്റെ പല്ലൊക്കെ ഒന്ന് മുറുക്കേണ്ടതല്ല, എൻ്റെ വായെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി കമ്പിയൊക്കെ മുറുക്കിയിട്ട്. പിന്നെ അലറലറ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട്, കൊറിയർ സർവീസിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മ ഉള്ളതുകൊണ്ട് പിച്ചുനും ജാനിക്കുട്ടീനെയും കൊണ്ടുവന്നില്ല, അവർ രണ്ടുകൂടി ഇരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിന്ന് പോകുന്ന വിശേഷങ്ങൾ, നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയും കാണാം. എന്നിട്ട് വേണ്ടേ ഐസ്ക്രീം ജ്യൂസ് പോന്നോ? ഞാൻ പോണില്ല, അവള് മാത്രം പോണേ, അമ്മ മാത്രം പോണേ. അമ്മ ഒരു വണ്ടി എടുക്കണ്ട, അച്ഛ പോണില്ല, അമ്മുവാ പോണേ. അമ്മ പോയിട്ട് വരട്ടെ. അത് ഹോണടിച്ച് ഓക്കെ കൂട്ടുവരാവേ, ശൂശ കൊണ്ടുവരാവേ. കറങ്ങി തിരിഞ്ഞ് ഞാൻ മാളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്ക് മാളയിൽ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ആണ് DTDCയിലോട്ട് പോവാണ് കേട്ടോ, കൊറിയർ സർവീസിലോട്ട് പോവുകയാണ്. അപ്പോൾ കൊറിയറൊക്കെ നമുക്ക് കൊടുക്കാണ്ടുണ്ടായിരുന്നൊക്കെ അവിടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, പൊറോട്ട മേടിച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പൊറോട്ട മേടിച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ പൊറോട്ടയും കൂടെ മേടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയത് നേരെ തൃപ്തി ഹോട്ടലിലോട്ടാണ് കേട്ടോ. അവിടുത്തെ പൊറോട്ട നല്ല സൂപ്പറാണ്. അവിടെ ചെന്നപ്പോൾ ഈ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വെള്ളത്തിനകത്ത് നല്ലൊരു പൂവൊക്കെ ഇട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ പൊറോട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ അടുത്തത് പോയത് നമ്മുടെ ബബിൾ ഡ്രാപ്പ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലാണ് കേട്ടോ. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ വന്ന സാധനം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, പക്ഷെ കിട്ടിയ സാധനമൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സാധനം നോക്കി, മറ്റേ പില്ലോ പോണൊക്കെ. ഇവിടെ ഫുള്ള് കർട്ടൻ സെറ്റൊക്കെ നമ്മളിവിടെ നിന്നാട്ടോ കൂടുതലും എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റുകളും ഒക്കെ നല്ലതാട്ടോ, ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് വന്ന സാധനം മാത്രം കിട്ടിയില്ല. അതങ്ങനെയാണ്, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും പണിയാണ്. അപ്പോൾ നമുക്കിവിടെ സാധനമൊക്കെ മേടിച്ച് പോവാം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഡെന്റൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു ആശ്രമം ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത് ഡോക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പില്ല, പോയി നോക്കാം അല്ലേ. ഇവിടെ എപ്പോഴും പ്രാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി ചാടി ഓടിപ്പോയതാണ്. ഒരു റോബസ്റ്റ് പഴമാണ് കേട്ടോ ആകെ കഴിച്ചേക്കുന്നത്. റോബസ്റ്റ് പഴം കഴിച്ച് എന്താവാനല്ല, കിളി പോയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിച്ചൂസ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സലൂണിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ ഞാൻ പോയില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, വിശന്നിട്ട് എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ പൊന്നീച്ച പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരെ ഡോക്ടറെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിട്ടോ, പല്ലിൽ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഇടാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് ഡോക്ടർ പരാതി കേട്ടോ. അതുപോലെ ചെറിയൊരു എന്താ പറയുക, എക്സ്റേ ഒക്കെ എടുക്കണം. നമുക്കിതിന് എത്ര വർഷം ഇടേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ലൈറ്റ് വിളിച്ച് കാണാൻ എന്നെ കാണത്തില്ലല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇനിയിപ്പോൾ ചാലക്കുടിക്കൊക്കെ പോകണം. വന്നപ്പോൾ എന്തായാലും ഒരു കുറിപ്പടി കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് പോവാമല്ലോ ഇന്ന്. ഞാൻ രാവിലെ 9:30 ഇറങ്ങിയത്, ഇപ്പോൾ സമയം 11:30 ആയി കേട്ടോ. അയ്യോ, ജാനിക്കുട്ടിയൊക്കെ ഉറങ്ങാൻ വേണ്ടി വെപ്രാളം കൂട്ടുന്നുണ്ടാവും. വേഗം ചൂനാപ്പി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് പോവാം കേട്ടോ. ഇത് മറ്റേ സാധനമല്ലേ, കോളേജ്. അതും ഒരു 2 എടുത്തോ. ആ ഒരു ഫ്ലേവറേ ഉള്ളൂ, 2 ഓരോന്നെടുത്തു മതി. അപ്പോൾ ആശാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുന്നത് നോക്കിയിരിക്കും കേട്ടോ, എന്തിട്ടൊക്കെ കൊണ്ടുവന്ന്. ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡലായിട്ടുള്ള ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലോട്ട് പോകാണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇനി കാണാം. ഞാൻ വന്നപ്പനോട് ട്യൂട്ടില്ലാന്ന് പറഞ്ഞല്ലേ, പിന്നെ ഇതിന് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളും ഒന്ന് നോക്കുന്നേ.
കുളിച്ചാ? അങ്ങോട്ട് ഇറങ്ങത്തില്ല കേട്ടോ, ചെളിയായോണ്ട്. കുളിച്ചോ? അച്ഛൻ മോളും വേറെ ലുക്കിലിരിക്കുന്നല്ലോ. ഈ ലുക്കിലിരിക്കണ എന്തേലും ഒരു കാര്യമുണ്ട്. ഷർട്ടൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടിരിക്കുന്നു. കുളി കഴിഞ്ഞപ്പോ നല്ല ഡ്രസ് എടുത്തിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. കമ്പിയൊക്കെ ടൈറ്റ് ചെയ്തു. എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ചാലക്കുടിക്ക് എഴുതി തന്നു. അത് പൊങ്ങുന്ന ഒരു ഇതുണ്ട്, അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അറിയാം, ഇത് എത്ര വർഷം ഇടണം കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം തന്നെ 2 വർഷത്തോളം ആയില്ലേ. ഡോക്ടർ വിഷ്ണുവിനെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. കുഞ്ഞുമാവ് എന്തെന്ന് ചോദിച്ചു. വീഡിയോസൊക്കെ ഇത് അമ്മ പറഞ്ഞിട്ട് പൊറോട്ട അമ്മൂമ്മയ്ക്ക് പൊറോട്ട മതിയെന്ന്. അമ്മ പറഞ്ഞൊരു 10 മേടിക്കണം. ഞാൻ ഒരു 5 മേടിച്ചുള്ളൂ, തീർന്നു കഴിഞ്ഞിട്ട് മേടിക്കാം. തൃപ്തിന്ന് കേറി ബാ പോ. എന്നാലും ആശാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ. അത് ഇന്നിന് പനി പിടിപ്പിച്ച് ചുമ പിടിപ്പിക്കല്ലേ. അമ്മൂമ്മയ്ക്ക് കൂടെ കൊടുക്കണം കേട്ടോ. അയ്യോ അമ്മൂമ്മ മേടിച്ചേനോ? ചോടാ. അയ്യോ അമ്മൂമ്മ പാവം, കൊടുക്ക്, മുത്തിക്ക് കൊടുക്ക്. മുത്തി അയക്കിമൊക്കെ തിന്നട്ടെ, ചൂനയും തിന്നട്ടെ. എന്തിട്ട് കാണിക്കുന്നേ? അക്കിമ ഇങ്ങനാണോ തിന്നുന്നേ? ഓന്റെ അച്ഛൻ്റെ അവിടെ ഫുള്ള് നിറച്ച് ഒരു ഐസ്ക്രീം തിന്നുന്ന പാടാണ് കേട്ടോ. ഇതെന്തിട്ട് ഇവിടെ അവിൽ മിൽക്കോ? അങ്ങനത്തെ എന്തൊക്കെ കഴിഞ്ഞിടാൻ പോന്നെ? കടലയോ? കൊള്ളാലോ. അപ്പൊ ഇതൊക്കെയാണ് പരിപാടി ഇവിടെ നിന്ന്. ചെറിയ പ്രിപ്പറേഷൻ. ഇനി എന്തൊക്കെയുണ്ട് ഇവിടെ? ഇനി സാധനങ്ങളുണ്ടോ? അപ്പൊ ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. അപ്പൊ ഇത് വീഡിയോ ആയിട്ട് എടുത്ത് വിടായിരുന്നു അവിടെ, നമുക്ക് എല്ലാരും കാണിക്കായിരുന്നല്ലോ. അമ്മൂമ്മക്ക് കൊടുത്തോ? നല്ലതാണോന്ന് അറിഞ്ഞാൽ നമുക്ക് മാറ്റാലോ. ആണോ? അല്ല, ഭയങ്കര ഡീസന്റ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് നിക്കുന്നേ. ഞാനാണ് അത്ഭുതപ്പെട്ടു പോയി കണ്ടപ്പം. വിച്ചു ഇങ്ങനെ നിക്കാറില്ല. ഇതെന്താ ഈ ഐസ്ക്രീം ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്? മെൽറ്റ് ആയി പോവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിന് ഞങ്ങൾ അവിൽ മിൽക്ക് എന്ന് പേരിട്ട് വിളിക്കും. ഞാൻ വിശന്ന് എന്റെ കിളി 4 സൈഡിൽ കൂടെ പറയും. പെട്ടെന്ന് എങ്ങനെയാലും ഒന്ന് വന്നാൽ മതി ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വന്നു. കാര്യം 2 അപ്പച്ചന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നെന്ന് ചോദിച്ചു. കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അഷ്ടമിച്ചിറ പുതിയ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യും കേട്ടോ. മറ്റേ ഇതാന്ന് തോന്നുന്നുണ്ട്, സലൂണാന്ന് തോന്നുന്നുണ്ട് ബോയ്സിന്റെ. ഭയങ്കര ചെണ്ടമേളവും ഭയങ്കര കാര്യങ്ങളൊക്കെയാ. ഞങ്ങളുടെ ജിമ്മിന്റെ ഓപ്പോസിറ്റ്. അത് തന്നെ കണ്ടായിരുന്നോ? വാവ്. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുമായി ചിന്ന ചിന്നോ കൊള്ളാം. ഇതിന് തിന്നു നോക്കി അതിന്റെ ടേസ്റ്റ് അറിയാം. നല്ലതാണെന്ന് പറയും, കൊള്ളില്ലാന്ന് പറയും. നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിച്ചുവിന്റെ മോഡലിലുള്ള അവിൽ മിൽക്ക് വീഡിയോക്കകത്ത് ഇടുന്നതായിരിക്കും. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണോ അല്ലയോ പറഞ്ഞാലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയുള്ളൂ. അതുകൊണ്ട് താനാതെടുത്തോ, ഞാൻ പിന്നാലെ വരാം. ഒരു കറക്കമൊക്കെ കറങ്ങി ക്ഷീണിച്ച് മടുത്ത് വിശന്ന് വന്നപ്പോ എന്റെ ഹസ്ബൻഡിന്റെ വക നല്ലൊരു അവിൽ മിൽക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് തിന്ന് അതിന്റെ റിസൾട്ട് അറിയിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിന്നിട്ടില്ല, അളക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ആണോ? എന്നാ ഞാനും കൂടെ തിന്നട്ടെ ഗൈസ്. എന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. വാവ്, സൂപ്പർ. നല്ലതാണോ? എനിക്ക് മറ്റേ അവില് കിട്ടാത്തതാണ് ഞാൻ വെള്ള അവിൽ ഉണ്ടായി ഇവിടെ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. കുറച്ചുകൂടി ടേസ്റ്റ് ആയി.
നല്ലതാണോ? സൂപ്പർ സൂപ്പർ. കഷ്ടപ്പെട്ട് പറഞ്ഞ പോലെ ഞാൻ ചെയ്യേ, ഞാനും കൂടെ കഴിക്കും. മുസ്കി വരുന്നുണ്ട്, ഇളക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കിട്ടില്ലേ, മധുരം കിട്ടില്ല. ആ ഉള്ളത് പോലെ പറഞ്ഞാൽ മതിട്ടാ, ഇല്ലാത്തത് പറയരുത്. അത് ഉണ്ടാക്കി അപ്പം തന്നെ വെച്ച് കഴിക്കണം. സൂപ്പറാ. പഴമൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ടാവും. സൂപ്പർ. അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എൻ്റെ അത് തീർത്തു ഞാൻ. അവിയൽ മിൽക്ക് വിത്ത് ഐസ്ക്രീം. അത് വറക്കാനുള്ളതാ, പോലെ വറക്കാനുള്ളതാ. അത് വറുത്തിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. നമുക്ക് വേണം കട കയറി കഴിക്കാം, പക്ഷെ അങ്ങനല്ലോ വിച്ചു മോച്ചൊന്നുമില്ല, ഞാൻ അങ്ങനെ കയറുന്നില്ല. അപ്പം പൊതുവെ കുറവാ അങ്ങനെ കയറുന്നത്. ഞാന് വിശന്നിട്ട് കിളി സത്യമാണ് വന്നത്, പക്ഷെ ഇത് കഴിച്ചിട്ട് നല്ല എനർജി ആയ ഉണക്ക്. ഇതിലെല്ലാം ഉണ്ട്, പഴമുണ്ട്, കപ്പലണ്ടി ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്. റോബസ്റ്റ് പഴമാണോ? അല്ല, പാളയം കൂടെ. റോബസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയല്ലേ? അളിയൻ കൊണ്ടുവന്നതല്ലേ അല്ലേ? റോബസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവല്ലേ? നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയതാ, കാരണം വെച്ച് കഴിഞ്ഞാൽ അവില് ആകെ കുതിർന്നു പോയി. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണം. ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. യാ. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ സിമെൻ്റ് ഇടലും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് കണ്ട. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സെൻറ്റർ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കും. സെൻറ്ററിനായിട്ടുള്ള സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. നമ്മുടെ സിമെൻറ്റും അതുപോലെ തന്നെ എംസാൻഡും മെറ്റലൊക്കെ തീർന്നായിരുന്നു. ഇനിയിപ്പോൾ അത് രണ്ടാമത് ഇറക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ സെൻറ്ററിൽ കുറച്ച് ബേബി മെറ്റൽ ഇറക്കാമെന്ന് വിചാരിച്ചു. ബേബി മെറ്റൽ ഇറക്കിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വല്ല അങ്ങ് പോകുന്നില്ലല്ലോ. ഇങ്ങോട്ടേക്ക് കുറച്ച് കയറ്റം കാര്യങ്ങളൊക്കെയാണ്. ഈ ഭാഗത്തേക്ക് കുറച്ച് കയറ്റം കാര്യങ്ങൾ കാരണം ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവില്ല. അപ്പോൾ ആ സെൻട്രലായിട്ട് നമുക്ക് ബേബി മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിടന്നോളൂ എന്ന് വിചാരിച്ചു. പണിയാവും. അപ്പൊ അതുകൊണ്ട് മെറ്റിൽ തന്നെ ഇടാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, നമ്മള് ഇവിടുത്തെ മെറ്റിലൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഷാക്കൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി മെറ്റിൽ തന്നെ ഇടാം എന്നുള്ളൊരു പ്ലാനിങ് ചെയ്യുന്നു. യെസ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇനി നമ്മുടെ വണ്ടി അപ്പുറത്താണ് കേട്ടോ. വല്യമ്മയുടെ വീട്ടിലാണ് വണ്ടി കൊണ്ടുവിട്ടേക്കുന്നത്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരണം. ഇത്രയും നേരമായില്ലേ, ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് വരാം. നല്ല വെയിലും മഴക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിനോടൊരു പൊന്നുണ്ണി വരികയാണ്. നമ്മുടെ ചേച്ചിയുടെ ഡെലിവറി മിക്കവാറും നാളെ ആയിരിക്കും, ചേച്ചിയുടെ. അപ്പൊ വല്യമ്മയൊക്കെ അവിടെയാണ് കേട്ടോ. വല്യമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസത്തെ ഓണം ബ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താ പറയാ, നാളെയാണ്. പെണ്ണുണ്ണിയാണോ ചെക്കനുണ്ണിയാണോ എന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ഒരാൾ എൻ്റെ ദേഹത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ തൊട്ടാലൊട്ടിയൊക്കെ ഇല്ലേ, അതേ പോണക്കാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ വരിക. അപ്പോൾ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അച്ഛൻ ഉള്ളതുകൊണ്ട് വലിയൊരു മുഖത്തത് അറിയാനൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ നല്ല നീറ്റായിട്ട് കുളിപ്പിച്ച് ചന്ദനമൊക്കെ തൊടിയിച്ചൊക്കെ ഇരുത്തിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോഴത്തേക്കും. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ അത് നോക്കി കണ്ട് ചെയ്യാനും വേണമല്ലോ ഒരു മനസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിച്ചൂസിനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. വിച്ചു വണ്ടി കഴുകുകയാണ്. ഇന്നലെ വെല്ലിച്ചൻ്റെ ഒക്കെ വീട്ടിലായിരുന്നു കേട്ടോ വണ്ടി ഇട്ടിരുന്നത്. നമ്മുടെ ഇവിടെ വാർത്തൊക്കെ ഇട്ടേക്കുന്നുണ്ട്. വെളിച്ചൻ്റെ ഒക്കെ എവിടെയായിരുന്നു വണ്ടിയൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമോ? ഉഴുന്നുവട എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ പറയാം. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ഇടുക്കിയിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഇവിടങ്ങളിലാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൻ ഒടിച്ച് പൊട്ടിക്കുക.